ആനക്കോട്ടൂർ പാർക്കിങ്ങിലെത്തിയിരിക്കുകയാണ്. KSRTC സർവീസൊക്കെ ഉണ്ട്. അവിടേക്ക് കാരണം അങ്ങ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാമത്തെ ആനയെ കാണാൻ പോവാണ്. രണ്ടാമത്തെ ആന ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ ആന ഉണ്ടെന്നാണ് പറഞ്ഞത്. ആനയെ കൊണ്ടുവന്ന വണ്ടി അവിടെ കിടപ്പുണ്ട്. ഉണ്ടോ? അടുത്ത ആന എടുത്ത് വന്നിരിക്കുകയാണ്. അടുത്ത ആന ഇവരൊന്നും അല്ല കേട്ടോ. ഇതേ കണ്ടോ? വലിയൊരു ശക്തിമത്തേറിയ ഒരു ആനയാണ്. ഒരു വയസ്സ് 30/2013 റാണ ആനയാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് റേഞ്ചിൽ ഓടക്കൊല്ലി സ്ഥലത്ത് കൃഷിയിടങ്ങളിലെ കമ്പിവേലി കുടുങ്ങി ശരീരമാസകലം പരിക്കുകളുമായി കിടന്ന ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി. ഞങ്ങളിങ്ങനെ അടുത്ത ആനയെ കാണാൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെ അടുത്ത 2 ആനയുടെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ 2 ആനകളുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അടുത്തൊരാനയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ചെറുക്കൻ മൃഗസ്നേഹിയ. ഏത് മൃഗത്തെ കണ്ടാലും അവിടെ അങ്ങോട്ട് ചെല്ലും. കൂടെ നിന്നില്ലേ അവൻ അവിടെ കയറി അതിനെ പോയി തൊടും. അങ്ങനെ ടൈപ്പാണ്. കുറേ ടൂറിസ്റ്റ് സംഘങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു ബാച്ച് അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താണ്ടെ ഇവിടെ ഒരു എത്ര എണ്ണം ഉണ്ട്? 4 ആന. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും ചെറിയ ആനക്കുട്ടിയാണ്. ചെറുക്കനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടതിന്റെ ദോഷമാണ്. മലയാളം എഴുതിയേക്കുന്നത് മനസ്സിലാവും. ചിരിക്കുന്നുണ്ടോ? അമ്മ കൂടെ തരുവോ? വനങ്ങളൊന്നും നശിപ്പിക്കരുത്. അവനാണ് ഏറ്റവും കുഞ്ഞിനാന. 2 ഫ്രണ്ട് 4 പല്ലുണ്ടാവും.
അപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. യാത്രയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി രമണീയമാണ്, അതിസുന്ദരമാണ്, അതിമനോഹരമായ വിശാലമായ കാഴ്ച. ആനയുടെ ചങ്ങല ഈ ഒരു മരത്തിന് മൂട്ടി കിടക്കുക. പക്ഷെ ആന ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തരാനുള്ള ഗൈഡുകളുണ്ട്. അത് ഓരോ മുക്കിലും മൂന്നിലും ഒക്കെ അവരെ നിർത്തിയിട്ടുണ്ട്. അല്ലേ, ആന ഇവിടെ ഉണ്ട്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ കുറ്റിച്ചലിനടുത്തുള്ള ആനക്കൊട്ടൂർ എന്നുള്ള സ്ഥലമാണ്. സഞ്ചാരികൾക്ക് കാണാൻ താല്പര്യമെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല കാട്, തണുത്ത ഒരു അന്തരീക്ഷം, വളരെ മനോഹരമാണ് ഇവിടെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുളങ്ങൾ, യഥാർത്ഥത്തിൽ ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയായിരുന്നു തോന്നുന്നു. പക്ഷേ അതിനകത്തൊന്നും വെള്ളം ഇല്ല. അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ മുന്നേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആനകളെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങണം. ഇനിയും കാണാനുണ്ടെന്നാണ് ഒരു വിശ്വാസം. 85 വയസ്സുള്ള ആന. എന്താ പേര് എൻ്റെ? 85 വയസ്സുള്ള സോമൻ എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ വന്ന് നമ്മൾ കുറേ ആനകളെ കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ വിശ്രമിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയാണിത്. വിശ്രമിക്കാനുള്ള സ്ഥലത്ത് വന്നിരുന്ന് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ കഴിക്കുക, അതെ, ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. കൊള്ളാം. ഓക്കെ, We're the party pioneers. We will bring the fire, but we're the for a ride.
ഇതുപോലെ മാതൃകയായിരിക്കണം കേട്ടോ. പ്രീതിമോളെ പോലെ മാതൃകയായിരിക്കണം എല്ലാവരും. വേസ്റ്റൊക്കെ കറക്റ്റായിട്ട് അവിടെ തന്നെ കൊണ്ടിടണം. ഇനി ഞങ്ങൾ കുട്ടവഞ്ചി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. കുട്ടവഞ്ചി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇവിടെ കുട്ടവഞ്ചി ഉണ്ട്, പെഡൽ ബോട്ട് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. പെഡൽ ബോട്ട്സിലൊക്കെ കയറണം. ഇത് അപ്പം ഞങ്ങൾ ഇടാൻ പോകണം. ജാക്കറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരു 2 പേര്, അത് 2 പേര് ചവിട്ടുന്നൊരു പെഡൽ ബോട്ട്, അഥവാ അതാണ്ട് ആ വരുന്ന ബോട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പേരല്ല, 4 പേര്, 4 പേര് ചവിട്ടുന്നൊരു ബോട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഓക്കെ. അപ്പം ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ മോശമായ ഒരു ലൈഫ് ജാക്കറ്റാണ്. കുഴപ്പമില്ല. എഞ്ചിനാണിത്. എഞ്ചിനെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സംഭവം നമ്മൾ ചവിട്ടി നീന്തുന്ന അത്രേ ഉള്ളൂ. നന്നായിട്ട് ചവിട്ടി കേട്ടോ. ഒത്തിരി നാളിന് ശേഷം ഒരു എക്സസൈസ് കിട്ടി.
ആനകളെയും കുറച്ച് പട്ടികളെയും എല്ലാം കണ്ടു. അവസാനമായിട്ട് അവിടെ പോയി ഒരു കായൽ പോലെയുള്ള വെള്ളമുള്ള സ്ഥലത്ത് പോയി അവിടെ പോയി പെടൽ ബോട്ടിൽ കയറി അല്പനേരം ഞങ്ങൾ ചവിട്ടി. ആ സമയത്ത് മഴയൊക്കെ ഉണ്ട്, നല്ലൊരു കുളിർന്ന അന്തരീക്ഷം, വളരെ മനോഹരമായി. അതിനുശേഷം ഞങ്ങൾ വടക്കയാത്രയിപ്പോൾ പേഴുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ബിരിയാണി കഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം ഓക്കെ. അപ്പോൾ ഹലോ ഗേസ്, ഞങ്ങളിന്ന് കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് യുമ്മി